അപ്പോൾ രാവിലെ നടക്കാൻ ഇറങ്ങിയപ്പോൾ മച്ചന്മാരെ നമ്മൾ അടിപൊളി ഒരു ക്രിക്കറ്റ് കളി കണ്ടു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനൊരു വീഡിയോ എടുത്താണ്. ഇത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ എന്താ പറയുന്നത് സ്കൂൾ ടൈമിങ്ങും അതുപോലെ തന്നെ ചുമ്മാ കാലവർക്ക് നടന്ന സമയങ്ങളും അവധി സമയങ്ങളും ഒക്കെയാണ് ഓർമ്മ വന്നത്. എല്ലാവരെ പോലും തന്നെ നമ്മളും ഭയങ്കര ഫാനായിരുന്നു ക്രിക്കറ്റിൻ്റെ. അതുപോലെ തന്നെ ഞങ്ങൾ ചേട്ടനും അനിയനും ഒക്കെ വലിയ ഒരു എൻ്റെ കളി പ്രേമികൾ തന്നെയായിരുന്നു. എപ്പോൾ അവധി കിട്ടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 പേരും കൂടെ ചാടും കളിക്കാനായിട്ട് പോവും. ചേട്ടനാണെങ്കിൽ നല്ലൊരു ക്രിക്കറ്റ് പ്ലെയറായിരുന്നു. പുള്ളി ബൗളിങ്ങിലായാലും ബാറ്റിങ്ങിലായാലും നമ്മുടെ ഏരിയയിലൊക്കെ നല്ല ഒന്നാന്തരം പോലെ കളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ അവനാണെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ, അതായത് ഈ ക്ലബ്ബുകളിലൊക്കെ വിളിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. വേറെ നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ സമയത്താണെങ്കിൽ യുവജന സഖ്യം, ബാലജന സഖ്യം എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പുകളും അതുപോലെ തന്നെ ഓരോ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നടക്കുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് അതൊന്നും ഇങ്ങനെ നമ്മുടെ ഏരിയയിലൊന്നും കാണാറില്ല. പക്ഷേ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് തന്നെ ഒത്തിരി പിള്ളേരുടെ കൂട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ക്രിക്കറ്റ് കളിക്കൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു ടീമൊന്നുമല്ല, നമ്മൾ ഈവനിങ്ങിലൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ 2-3 ടീം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് കളിക്കത്തക്ക വിധത്തിൽ ഉള്ള അത്രയും സ്ട്രെങ്ത് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു ചെറുപ്പകാലത്ത്. ഇപ്പോൾ ഒന്നും നാട്ടിൽ ചെന്നാൽ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഈ കളി ഞാനിങ്ങനെ കണ്ടുകൊണ്ട് അവിടെ നിന്നപ്പോൾ രാവിലെ നടക്കാൻ ഇറങ്ങി. ഏതായാലും ഞാനൊരു 10-15 മിനിറ്റ് അവിടെ നിന്ന് കാണുകയൊക്കെ ചെയ്തു. പിന്നെ ഈ ഗ്രൗണ്ടിലായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ ആ ഗ്രൗണ്ടിന് കണ്ടോ കറക്റ്റായിട്ട് അതൊരു പണിതേക്കുന്നതാണ്. ഞാൻ നാട്ടിൽ ഇപ്പോൾ ബിലാസ്പൂർ വന്ന് 2 ദിവസമേ ഉള്ളൂ. നാട്ടിൽ ഞാൻ പോയ സമയത്താണെങ്കിൽ ആ സമയത്തൊക്കെ ആണെങ്കിൽ തണുപ്പൊക്കെ ഉണ്ടായ സമയമായിരുന്നു. ആ സമയത്ത് അത് മൊത്തം കുത്തി ഇളക്കി വൃത്തിയായിട്ട് പണിയാൻ വേണ്ടി അവർ റെഡിയാക്കി ഇട്ടേക്കുമായിരുന്നു. ജസ്റ്റ് നടക്കാനൊക്കെ പറ്റില്ല. അന്നേരമൊക്കെ വേറെ കൊച്ചു പിള്ളേരൊക്കെ ഇവിടെ വന്ന് ചുമ്മാ കളിക്കും. അങ്ങനെ മൂലയ്ക്ക് കണ്ടോട്ട് കൊച്ചു പിള്ളേരൊക്കെ വന്ന് കളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടൊക്കെ അന്ന് ആ സമയത്തൊക്കെ നടക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ അവധിക്ക് പോയിട്ട് ശേഷം തിരിച്ച് വന്നപ്പോഴത്തേക്കിനും ഇവിടെ നല്ല അടിപൊളി ഒരു ഗ്രൗണ്ടൊക്കെ സെറ്റാക്കി. അവർക്കാണെങ്കിൽ ഫെസിലിറ്റികളൊക്കെ അവിടുന്ന് നമ്മുടെ എന്താ പറയുന്നത് പഞ്ചായത്തിലെ ആൾക്കാർ, അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ് തന്നെയാണ് ഇതിൻ്റെയൊക്കെ പണിയും കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്. അവർ മുനിസിപ്പാലിറ്റിയിൽ നിന്നായിരിക്കും അല്ല പഞ്ചായത്തായിരിക്കും സംതിങ് അവിടുത്തെ ആൾക്കാർ തന്നെയാണ് അതിൻ്റെ ചിലവൊക്കെ വഹിച്ച് ആ ഏരിയയിൽ അത്രയും നല്ല ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തേക്കുന്നത്. കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആണെന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി നാൾക്ക് ശേഷമാണ് എന്താ പറയുന്നത് ഇങ്ങനെ കളിക്കാറില്ല. ഇടയ്ക്ക് ഞാൻ എന്താ പറയുന്നത് കളിക്കാനൊക്കെ അവിടെ കൂടുമായിരുന്നു. ചില ആൾക്കാർ കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ ഇതുപോലത്തെ കോളേജിൽ നിന്നൊന്നും ഈ പിള്ളേരല്ലായിരുന്നു, വേറെ കുറേ ആൾക്കാർ ചുമ്മാ മോർണിംഗിലൊക്കെ ഈ തണുപ്പ് സമയത്ത് ഇവിടെ വളരെ ഒരു എല്ലായിടത്തും കാണപ്പെടുന്ന ഒരു സംഭവമാണ്. എല്ലാവരും ഷട്ടിൽ ബാറ്റ് കളിക്കുന്നതും ക്രിക്കറ്റ് കളിക്കുന്നതും വോളിബോൾ കളിക്കുന്നതും ഒക്കെ തണുപ്പത്ത് ഒരു ആക്ടിവിറ്റിയാണ് ഈവനിങ് ടൈമിൽ. അപ്പോൾ ഞാനത് ഇങ്ങനെ ചില സമയത്ത് ഇവരുടെ കൂട്ടത്തിൽ അങ്ങനെ കളിക്കാനൊക്കെ കൂടുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ നമ്മുടെ സമയം പോകാറൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇന്ന് രാവിലെ ഞാൻ ഇറങ്ങിയപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ, അതിൻ്റെ കൂട്ടത്തിൽ നല്ല കുറേ ആൾക്കാർ നിന്ന് പിള്ളേരൊക്കെ നിന്ന് തകർപ്പൻ ക്രിക്കറ്റ് കളി നീ കാണാമല്ലോ. നല്ല അടിപൊളി ബോളിങ്ങും ബാറ്റിങ്ങും അതുപോലെ തന്നെ ഫീൽഡ് മൊത്തം കവർ ചെയ്ത് നല്ല ഏരിയ ആണ്. ഈ സിറ്റി തന്നെയാണ് ഈ സ്ഥലം. സിറ്റിയുടെ ഒരു കുറച്ച് അകത്തോട്ട് കയറിയുള്ള സ്ഥലമാണിത്. നല്ലൊരു ഗ്രൗണ്ടാണ്. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അല്ലെങ്കിൽ കളിക്കാനും അല്ലെങ്കിൽ നടക്കാനും ഓടാനും ഒക്കെ പറ്റിയ ഒരു ഗ്രൗണ്ടാണിത്. അപ്പോൾ ഒരു വലിയ ഒരു ഇൻട്രസ്റ്റാണ്. ഞാൻ ഈ കളി കണ്ടുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ഓർത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പ്രാവശ്യം സ്കൂളിലെ സമരമായിരുന്നു സ്കൂളിൽ. അന്ന് പഠിത്തമില്ലാതെ വീട്ടിലൊക്കെ ആണെങ്കിൽ പശുക്കളൊക്കെയാണ്. പശുക്കൾ 2, 3, 4 പശുക്കളൊക്കെ ഉണ്ടായ സമയത്ത് ഞങ്ങൾ സ്കൂളിന് അവധി കിട്ടുമ്പോൾ വീട്ടിലെ അപ്പനും അമ്മയും വിചാരിക്കുന്നത് പിള്ളേരുണ്ടല്ലോ അവർ നോക്കിക്കോളും, ഇങ്ങനെ കുളിപ്പിച്ചോളും, പുല്ല് പറിച്ചോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ 3 പേരും ഒരുപോലെ രാവിലെ അവധി കാണുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ഒരു ശനിയാഴ്ച ഒറ്റ മുങ്ങ് പോയി കളിക്കാനൊക്കെ പോയി. കളിയൊക്കെ കഴിഞ്ഞ് ഒരു രാവിലെ 9 മണി 10 മണി ആ റേഞ്ചിൽ 8:30 കഴിഞ്ഞപ്പോഴത്തേക്കിന് രാവിലത്തെ കഴിപ്പൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നെക്സ്റ്റ് വിട്ടതാണ്. പോയി കളി കഴിഞ്ഞ് നേരെ 2:30 3 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് വന്നത്. അന്നത്തെ ദിവസം ഞങ്ങൾക്ക് നല്ല ഓണമായിരുന്നു. ഓണം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് 2 മണിയാകുമ്പോഴത്തേക്കും വേഷന്ന് തളർന്ന് നല്ല മെയ് മാർച്ച് ഏപ്രിൽ ആ ഒരു ടൈമിലാണ് ഞങ്ങൾ വീട്ടിൽ വന്ന് കയറിയപ്പോഴത്തേക്കിന് ഞങ്ങൾക്ക് കഴിക്കാനും കുടിക്കാൻ തന്നില്ല. കഴിക്കാനും കുടിക്കാൻ തരാതെ ഞങ്ങളെക്കൊണ്ട് ഇപ്പോൾ ഇനിയെല്ലാം കളിച്ച് നടന്ന് വേറെ പണിയൊന്നുമില്ല, ഇവിടെ ആർക്കൊന്നും കഴിക്കാനും കുടിക്കാനില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ ഇറക്കി വിട്ടപ്പോൾ എന്തായിട്ട് കുറച്ച് നേരമൊക്കെ കറക്കി തിരിഞ്ഞ് നടന്ന് ഒരു 4 മണി വെള്ളം കുടിച്ച് നടന്ന് 4 മണി 4:30 5 മണി അപ്പോഴത്തേക്കും ഈ റബ്ബറും തോട്ടത്തിൽ ഈ കായൊക്കെ പൊട്ടുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു.
ആ സമയത്തേക്കിന് ഞങ്ങൾ റബ്ബർ തോട്ടത്തിൽ അവർ കായൊക്കെ അപ്പനും അമ്മയും പെറുക്കാൻ പോയ സമയത്ത് ഞങ്ങൾ അതിൻ്റെ പുറകെ നടക്കുന്നത്, പിള്ളേരില്ലേ പുറകെ നടന്ന് ചേട്ടാനിയൊക്കെ നടക്കുന്നുണ്ട്. അവസാനം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ കറങ്ങി തല കറങ്ങി വീണു. പിന്നെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് പിന്നെ കഞ്ഞിവെള്ളം തന്ന് നേരെയാക്കേണ്ടി ഗതികേട് വന്നു. ഈ കളിയെ കണ്ടപ്പോഴത്തേക്കിന് എനിക്ക് ആദ്യം ഓർമ്മ വന്ന സംഭവം അതാ. ചെറുപ്പത്തിൽ ഇത്രയും വലിയ ഒരു പണി എനിക്കിട്ട് കിട്ടിയിട്ടുണ്ട് ക്രിക്കറ്റ് കളിക്കാൻ പോയതിൻ്റെ പേരിൽ. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കിട്ടും അതുപോലെ കിട്ടിയിട്ടുണ്ട്. നല്ല അടിയും കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾക്ക് പട്ടിണി കിട്ടും. അതിന് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് അമ്മച്ചിയുടെയും അപ്പച്ചൻ്റെയൊക്കെ വഴക്ക് അപ്പനും അമ്മയ്ക്കും കിട്ടി. എങ്കിൽ പോലും പുള്ളിക്കാരൻ്റെ ദേഷ്യം അന്നേരം തീർത്ത. പിന്നെ ഞങ്ങളങ്ങനൊന്നും പോയിട്ടില്ല. പിന്നെ ഞങ്ങളൊക്കെ നല്ല പിള്ളേരായിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ തുടങ്ങി. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഓർമ്മ വരുന്നൊരു സംഭവം അതായിരുന്നു. രാവിലെ തന്നെ ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങിയുള്ള അനുഭവം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയ അനുഭവം പങ്കുവെച്ചു, ഒരു വീഡിയോസ് അങ്ങനെ എടുത്ത് നിങ്ങളോട് ഷെയർ ചെയ്തതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഒരു ചെറിയ നിങ്ങളുടെ കൈത്താങ്ങൽ നമ്മുടെയും ചാനലിൽ ഒരു ഗ്രോത്ത് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതുപോലത്തെ വേറെ ഓരോ വീഡിയോസും വിശേഷമായിട്ട് പിന്നീട് കാണും വരെ ബൈ. താങ്ക് യു.